നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ജോലി തേടി വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയ മകനെ കാണാതായിട്ട് 1 വർഷം. ഏക മകൻ്റെ വരവും കാത്ത് കണ്ണീരോടെ കാത്തിരിക്കുകയാണ് തിരുവല്ല മഞ്ഞാടി സ്വദേശിനിയായ സാറാമ്മ എന്ന വീട്ടമ്മ. ജോലി തേടി വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയ ഏകമകനെ പറ്റി വിവരം കിട്ടാത്തതിൽ ദുഃഖിതയായി മാതാവും ആശങ്കയിൽ നാട്ടുകാരും. തിരുവല്ല താലൂക്കിൽ മഞ്ഞാടി ഇരുവള്ളിപ്ര റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം ചുടുകാട്ടിൽ മണ്ണിൽ പരേതനായ CV വർക്കിയുടെയും 75 വയസ്സുള്ള സാറാമ്മ വർക്കിയുടെയും ഏകമകൻ 48 വയസ്സുള്ള സാം വർക്കിയെയാണ് 2023 ജൂൺ മാസം മുതൽ ഷാർജയിലെ അജ്മാനിൽ നിന്നും കാണാതായിരിക്കുന്നത്. ആലപ്പുഴ തലവടി സ്വദേശിയായ കബീർ എന്ന ഏജന്റ് മുഖാന്തരം വിസിറ്റിംഗ് വിസയിലാണ് 2023 മെയ് 5 സാം ജോലിക്കായി ഷാർജയിലെ അജ്മാനിലേക്ക് പോയത്. ആദ്യം 1 മാസം സാം വീടുമായി സമ്പർക്കം പുലർത്തിയിരുന്നുവെങ്കിലും പിന്നീട് യാതൊരു വിവരവും ഈ നാളുവരെ ഉണ്ടായിട്ടില്ല. അജ്മാനിലെത്തിയ സാം മറ്റൊരു മലയാളിയായ ആലപ്പുഴ സ്വദേശി അനീഷ് മധുവിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. വിസിറ്റിംഗ് വിസയിൽ തന്നെ വന്ന അനീഷിനും ജോലിയൊന്നും ലഭിക്കാഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ജൂൺ മാസം തിരികെ നാട്ടിലേക്ക് മടങ്ങി. സാമിന്റെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ അനീഷിന്റെ കൈവശമായിരുന്നു. സാമിനെ പറ്റി വിവരമൊന്നുമില്ലാത്തതിനാൽ തുടർന്ന് അനീഷ് ബന്ധപ്പെട്ട രേഖകൾ അയൽവാസിയായ അക്ബറിനെ ഏൽപ്പിച്ചിരുന്നു. ഇവരോടെല്ലാം സാമിനെ പറ്റി അന്വേഷിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല. പിന്നീട് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ മുഖാന്തരം UAE ഇന്ത്യൻ അംബാസഡറുമായി ബന്ധപ്പെട്ടെങ്കിലും അവിടെ നിന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ല. തിരുവല്ല DYSP ഓഫീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും അവിടെ നിന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ല. കോളേജ് പഠനകാലത്ത് തിരുവല്ല മാർത്തോമ കോളേജിലെ യൂണിയൻ ഭാരവാഹിയായി സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു സാം. സാമിന്റെ ഏക സഹോദരി സനു വർക്കിയെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സാറാമ്മ വർക്കിക്ക് ഏക സഹായവും തുണയുമായിരുന്നു മകൻ. സാമിനെ എത്രയും വേഗം കണ്ടെത്തി മാതാവിന്റെ കണ്ണീരൊപ്പാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഷാർജ മലയാളി അസോസിയേഷനുകൾ അടക്കം എല്ലാ സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെട്ട് സാമിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പൊതുപ്രവർത്തകരായ VR രാജേഷ്, ഷുബു ഫിലിപ്പ്, സോജ കാഡോസ്, സാമിന്റെ മാതാവ് സാറ വർക്കി, സഹോദരി സനു വർക്കി എന്നിവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.